കോർപ്പറേറ്റുകൾക്ക് മുട്ടൻ പണി നൽകാനൊരുങ്ങി കർഷകർ. രാജ്യതലസ്ഥാനത്ത് തുടരുന്ന കർഷക സമരം കോർപ്പറേറ്റ് ഭീമന്മാർക്കു കൂടി എതിരെയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകർ. കോർപ്പറേറ്റ് ഭീമനായ മുകേഷ് അംബാനിയുടെ ജിയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് കർഷകർ. ജിയോയുടെ ഫോണുകളും സിം കാർഡുകളുമടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുമെന്നും ഇനിമേൽ ഉപയോഗിക്കില്ലെന്നുമാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ച കർഷകർ ജിയോ ഫോണുകളും സിമ്മുകളും പൊട്ടിച്ചെറിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ജിയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ കർഷകർ തീരുമാനമെടുത്തത്. സോഷ്യൽ മീഡിയയിൽ ജിയോ സിമ്മിനെതിരായ ക്യാമ്പയിനിൽ ചില പഞ്ചാബ് ഗായകരും ജിയോ സിമ്മുകൾ നശിപ്പിച്ചിരുന്നു. റിലയൻസ് പമ്പുകളിൽ നിന്ന് പെട്രോളോ ഡീസലോ അടിക്കരുതെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കാർഷിക നിയമങ്ങളിലൂടെ നരേന്ദ്രമോദി സർക്കാർ അംബാനി, അദാനി തുടങ്ങിയ കോർപ്പറേറ്റുകളെ ശക്തിപ്പെടുത്തുകയാണ്. ഇതിനെതിരെയാണ് കർഷകർ കോർപ്പറേറ്റുകൾക്കെതിരെ തിരിയുന്നത്. കർഷകരുടെ ബഹിഷ്കരണത്തെ പറ്റിയുള്ള വാർത്ത മാധ്യമപ്രവർത്തകനായ പ്രശാന്ത് കുമാറാണ് അറിയിച്ചത്. പ്രശാന്ത് ഭൂഷൺ അടക്കം നിരവധി പേരാണ് ഈ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. ജയ് കിസാൻ എന്നെഴുതിക്കൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ പോലും വിറപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ 14ാം ദിവസവും സമരം തുടരുന്ന കർഷകരുടെ കോർപ്പറേറ്റുകൾക്കെതിരെയായുള്ള നീക്കം അംബാനിമാരെയും അദാനിമാരെയും പ്രതിസന്ധിയിലാക്കുമെന്നുറപ്പാണ്. കർഷകർക്ക് രാജ്യത്തിനകത്തും പുറത്തുമായി വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകരുടെ ബഹിഷ്കരണം കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനിയുടെയും അംബാനിയുടെയും ബിസിനസിനെയും വൻ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സ്മാർട്ട് ഫോണുകൾക്കും സിമ്മുകൾക്കും പുറമെ ഭക്ഷ്യരംഗത്തും മറ്റ് വിതരണ രംഗത്തും മുകേഷ് അംബാനിക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. കർഷകരുടെ ബഹിഷ്കരണം അംബാനിയെ ഈ രംഗങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. കൂടാതെ അടുത്ത വർഷത്തോടെ കൂടുതൽ മാർജിൻ ഫ്രീ രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന അംബാനി ഗ്രൂപ്പിന് തുടക്കത്തിലെ ലഭിക്കുന്ന തിരിച്ചടി കൂടിയാണ് കർഷകരുടെ ഈ ബഹിഷ്കരണം. സമാന അവസ്ഥയാണ് അദാനിക്കും നേരിടേണ്ടി വരിക. അതേസമയം ഡൽഹി ഹരിയാന അതിർത്തിയിൽ കർഷക സമരം 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കർഷകർ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് വലിയ പിന്തുണ ലഭിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കർഷകർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ന് കേന്ദ്രവുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് കർഷകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.